നിയമസഭയുടെ ഭാഗമാകുന്നതിനേക്കാളും കൂടുതലൊരു ജനപ്രതിനിധിയാകുന്നു എന്നുള്ളതിൻ്റെ ഒരു അഭിമാനമാണ് മനസ്സിൽ മുഴച്ചു നിൽക്കുന്നത്. അത്രയും ജനങ്ങളെ സേവനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക എന്നത് ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. ശ്രീലേഖയുടെ കയ്യിൽ വട്ടിയൂർക്കാവ് ഭദ്രമാണോ? തീർച്ചയായിട്ടും അതെ. ശാസ്തമംഗലം എങ്ങനെയാണോ ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ വെച്ച് സൂക്ഷിക്കുന്നത്, അതുപോലെ ഞാൻ വട്ടിയൂർക്കാവും കൊണ്ട് നടക്കും. ഇപ്പോൾ 2 പുരുഷ സ്ഥാനാർത്ഥികളിലൂടെയാണ് മത്സരിക്കാൻ പോകുന്നത്. ഇപ്പോൾ വനിതാ വോട്ടുകളൊക്കെ ഏറെക്കുറെ ആറ്റുകാൽ സമയം തന്നെ നമുക്ക് മനസ്സിലായതാണ്, ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ളത് എങ്ങനെയായിരിക്കും? എല്ലാവരും ഉണ്ട്. എൻ്റെ സഹോദരന്മാരാണ്, സഹോദരികളാണ് അവിടെ ഉള്ളവരെല്ലാം, ഒരുപാട് ബന്ധുക്കളുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്നോടൊപ്പം നിൽക്കുകയാണ്. വനിതകൾ പണ്ടേ നിൽക്കുന്നു, പക്ഷേ അവർക്കൊരു മാറ്റം വേണം. അതാണ്, ഒരു വികസനം വേണം, മാറ്റം വേണം. നമ്മുടെ നരേന്ദ്രമോദിജി എങ്ങനെയാണോ ഭാരതത്തെ വികസിപ്പിച്ച് ഉന്നതിയിലെത്തിച്ചത്, അതുപോലെയുള്ളൊരു വികസനം കേരളത്തിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഞാൻ കാണുന്നവരെല്ലാവരും അവിടെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ ഇക്കുറി ജയിപ്പിക്കും. എന്തൊക്കെ പ്രതീക്ഷിക്കാൻ ജനങ്ങൾക്ക് എന്തും പ്രതീക്ഷിക്കാം. അത് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാതെ ഒരു ബ്ലോക്ക് പോലെ വെച്ചിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ആ ബ്ലോക്കുകളെല്ലാം മാറ്റി, തടസ്സങ്ങളെല്ലാം മാറ്റി കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ജനക്ഷേമ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരും. വികസനം അതിൻ്റെ ശരിയായുള്ള രീതിയിൽ, ഒരു അഴിമതിയും ഇല്ലാതെ സുതാര്യമായ രീതിയിൽ ജനങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിൽ വികസനം കൊണ്ടുവരും. അതുപോലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സകല കാര്യങ്ങളും, ഞാൻ ഇന്നലെ ഒരു ചേരി പ്രദേശത്ത് പോയപ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. ഒരു പേരൂർക്കടയിലുള്ള ഒരു ചേരി പ്രദേശത്ത് എന്തുമാത്രം ദയനീയാവസ്ഥയിലാണ് സ്ത്രീകളും കുട്ടികളും ഒക്കെ ജീവിക്കുന്നതെന്ന് കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ ശരിക്കും മാറ്റാനായിട്ടുള്ള ഒരുപാട് യോജനകൾ കേന്ദ്ര സർക്കാരിൻ്റേതായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. കൂടാതെ യുവജനങ്ങൾ ഇങ്ങനെ ഒഴുക്ക് വിദേശത്തോട്ട് നമ്മുടെ നാട് വിട്ടു പോണു, അത് മാറി. ഇപ്പം ഇവിടെ കൂടുതലായിട്ടും വയോജനങ്ങൾ മാത്രമാണെന്ന് തോന്നുന്നു. കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല. അതുകൊണ്ട് യുവജനങ്ങൾക്ക് ഇവിടെ തന്നെ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നൽകി അവർക്ക് ഇവിടെ പ്ലേസ്മെൻറ്റ് കൊടുക്കത്തക്ക രീതിയിൽ ഒരു സമ്പ്രദായം ഉണ്ടാക്കിക്കൊണ്ടുവരണം എന്നൊക്കെയുള്ള അനേകായിരം സ്വപ്നങ്ങളുണ്ട്. സ്ത്രീകളെ കരുത്തുറ്റവരാക്കണം, ശക്തരാക്കണം, അവരുടെ കൂടെ നിൽക്കണം, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി അതൊക്കെ നടക്കും. താങ്ക് യു. ഈ വരുന്ന ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന